വചനം 44. വാക്കർത്ഥം: ഫദർനീ, ആകയാൽ എന്നെ വിട്ടേക്കുക, വമൻ യുകദ്ദിബു, വ്യാജമാക്കുന്നവരെയും, ബിഹാദൽ ഹദീസി, ഈ വർത്തമാനത്തെ അഥവാ വിഷയത്തെ, സനസ്തദിരിജുഹും, നാം അവരെ വഴിയെ പടിപടിയായി കൊണ്ടുവരും, മിൻ ഹൈസു, വിധത്തിൽ, ലാ യഅലമൂൻ, അവർ അറിയാത്ത. فذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون. ആകയാൽ എന്നെയും ഈ വർത്തമാനത്തെ അഥവാ ഖുർആന വ്യാജമാക്കുന്നവരെയും വിട്ടേക്കുക, നാം അവരെ അറിയാത്ത വിധത്തിലൂടെ പടിപടിയായി കൊണ്ടുവന്ന് ശിക്ഷിച്ചുകൊള്ളാം. വചനം 45. വാക്കർത്ഥം: വ ഉംലി ലഹും, നാം അവർക്ക് അയച്ചിട്ടു കൊടുക്കുകയും ചെയ്യും, ഇന്ന കൈദി, നിശ്ചയമായും എൻ്റെ തന്ത്രം അഥവാ ഉപായം, മതീൻ, ബലവത്താണ്, ശക്തമാണ്. وأملي لهم إن كيدي متين. ഞാൻ അവർക്ക് അയച്ചിട്ടു കൊടുക്കുന്നതുമാണ്, നിശ്ചയമായും എൻ്റെ തന്ത്രം ബലവത്തായതത്രേ. 44-45 വചനങ്ങളുടെ വിശദീകരണം. ആ സത്യനിഷേധികളെയെല്ലാം അല്ലാഹു ക്രമേണ ഒതുക്കുകയും ശിക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യും. തൽക്കാലം അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നത് ഒരു തന്ത്രം മാത്രമാണ്. ആ തന്ത്രത്തിൽ അകപ്പെടാതെ രക്ഷപ്പെടുവാൻ അവർക്ക് യാതൊരു ഗത്യന്തരവുമില്ല. അതുകൊണ്ട് അവരെപ്പറ്റി പരിഭ്രമമോ മനോവേദനയോ ഉണ്ടാകേണ്ടതില്ല എന്ന് സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു: അക്രമിക്ക് അല്ലാഹു അയച്ചിട്ടു കൊടുക്കും, അങ്ങനെ അവൻ അവനെ പിടികൂടുമ്പോൾ അവനിൽ നിന്ന് കുതറി രക്ഷപ്പെടുവാൻ അവന് കഴിയുകയില്ല. ബുഖാരി, മുസ്ലിം.